നിങ്ങള് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ തിങ്കളാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ച എല്ലാവരും കൃത്യസമയത്ത് ഒരു 6 മണിയാകുമ്പോൾ എത്തുക. sitter.kerala.ac.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിക്കുളം കിട്ടും. അതിൽ നിന്ന് നമുക്ക് മെക്കാനിക്കൽ എടുക്കാം. മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ സെമിസ്റ്റർ 1ഉം 2ഉം അത് ഒഴിവാക്കി അതിന്റെ ഇന്റേൺഷിപ്പ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഈ സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് കിട്ടും. അപ്പൊ ആ സിലബസിലെല്ലാം 4 മോഡ്യൂൾ വെച്ചായിരിക്കും. 4 മോഡ്യൂൾ കംപ്ലീറ്റ് പഠിക്കുക, പരീക്ഷ എഴുതാം. അങ്ങനെയായിരിക്കും പരീക്ഷകൾ ഉണ്ടാകുക. മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജി, മെഷീൻ ടൂൾ, ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിക്കൽ, മെഷീൻ ഡ്രോയിങ്. ഇതും ലാബുകൾ, മെറ്റീരിയൽ ടെസ്റ്റിംഗ്, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, അഡ്വാൻസ്ഡ് കേരള. ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ ഉണ്ടാകും. അടുത്തത് 4th സെമിസ്റ്റർ. അത് അടുത്ത സെമിസ്റ്ററിലെ സബ്ജക്റ്റുകൾ ഇവിടെ ഉണ്ട്. ഒരു മൈനർ പ്രോജക്റ്റ് ഉണ്ടാവും. പിന്നെ 5th സെമിസ്റ്റർ അതിൽ കുറച്ച് എലക്റ്റീവും സബ്ജക്റ്റുകളുടെ എണ്ണം കുറച്ച് കുറയും. 6th മേജർ പ്രോജക്റ്റും പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് സബ്ജക്റ്റ് കുറയും. അപ്പൊ സിലബസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് ടോട്ടൽ മാർക്സ് ഉണ്ടാവും. എത്ര ഉണ്ടാവും? ഈ ടോട്ടൽ മാർക്സ് ഉണ്ടാവും. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നിങ്ങൾ ലാറ്ററൽ എൻട്രി ആയത് കൊണ്ട് നിങ്ങൾക്ക് S1 കുറച്ച് സബ്ജക്റ്റുകൾ എഴുതേണ്ടി വരും. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സിലബസ് വേണമെങ്കിൽ ഇവിടെ കിട്ടും. അതിന് ക്ലാസ്സുകൾ എക്സ്ട്രാ ഉണ്ടാവും. അത് കൂടാതെ ഈ റിവിഷനിൽ 2001 റിവിഷനിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പോയിന്റ് എന്ന് പറഞ്ഞ ഒരു നിങ്ങളൊരു എക്സ്ട്രാ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ട് സ്റ്റുഡന്റ് ആക്ടിവിറ്റി പോയിന്റ് ഇതുണ്ട്. NCC, NSS അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചേരാം. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. അതുകൊണ്ട് നമ്മൾക്ക് സാധാരണ കുട്ടികൾക്ക് 60 ആക്ടിവിറ്റി പോയിന്റ് വേണ്ടെടുത്ത് നിങ്ങൾക്ക് 30 ആക്ടിവിറ്റി പോയിന്റ് വരും. അപ്പോൾ സ്പോർട്സ്, ആർട്സ് അങ്ങനെയുള്ള ഇതിലൊക്കെ ചേരാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് അത് ഏതെങ്കിലും ചെറിയ കോഴ്സുകൾ ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്തിട്ട് ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ആക്ടിവിറ്റി പോയിന്റ് 40 ആക്ടിവിറ്റി പോയിന്റ് ഉണ്ടാക്കണം. അത് ഈ 2 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ.